ഇതൊരു ശല്യമായല്ലോ കർത്താവേ. എത്ര നേരമായി തുടങ്ങിയിട്ട് തലവേദന എടുക്കുന്നു. ഗുണസാറ് പറഞ്ഞത് നേരാ, ഇയാടെ തലയ്ക്ക് വട്ട. സ്വാതന്ത്ര്യദിന പരേഡിൽ പിള്ളേരെയും കൊണ്ട് പോകാനാ. എന്താ പറയാ ഇതിനൊക്കെ? ഇവിടുന്ന് കുറെ പിള്ളേരെ കൊണ്ടുപോയി എന്ന് വെച്ച് പരേഡ് തന്നാവോ? പിള്ളേര് തന്നാവോ? വെറുതെ കൈ കിടക്കുന്ന കാശും കളഞ്ഞ്. അല്ല, ജോസഫ് സാർ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാഗ്യത്തിന് അങ്ങേർക്ക് മക്കളുമില്ല. ആരും എന്റെ അനുവാദം ഇല്ലാതെ എങ്ങും പോകരുത്. മറ്റു കുട്ടികളെക്കാൾ അച്ചടക്കം നമ്മൾ കാണിക്കണം. കാണിക്കില്ലേ? ഇവിടുത്തെ പ്രശസ്തമായ പല സ്കൂളുകളുടെയും കൂടെ നമ്മുടെ സ്കൂളും പങ്കെടുക്കുന്നു. അവരെക്കാൾ ഒട്ടും മോശമല്ല നമ്മൾ. അത് നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഞാൻ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് പോയി ചോദിച്ചിട്ട് വരാം. അതുവരെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. മാഷയുടെ സ്കൂള് ഗവൺമെന്റ് ബോയ്സിന്റെ തൊട്ട് പിന്നിൽ. സാർ, കഴിഞ്ഞ തവണ എന്റെ പൊന്നു മാഷേ, പിള്ളേരെ നിർത്ത്, സമയം ഒരുപാടായി. സാർ, ഞാൻ ബോസ്റ്റൽ സ്കൂളിലെ സൂപ്പർവൈസറാണ്. പേര് രാമഭദ്രൻ. ഞങ്ങളുടെ പിള്ളേരുടെ പൊസിഷൻ ബോസ്റ്റൽ സ്കൂളിൽ നിന്നാണോ? സാർ, ലിസ്റ്റിൽ പേരില്ലല്ലോ. നേരത്തെ അറിയിച്ചിരുന്നു? ആഘോഷ കമ്മിറ്റിക്ക് നേരത്തെ എഴുതിയിരുന്നു. വെറുതെ എഴുതി അറിയിച്ചാൽ മാത്രം പോരല്ലോ. മറ്റു സ്കൂളുകളെ പോലെ അല്ലല്ലോ ഇത്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടികളെ കൂടെ പങ്കെടുപ്പിക്കണം സാർ. അവർ വലിയ ആവേശത്തിലാണ്. നന്നായിട്ട് പെർഫോം ചെയ്യും. എവിടെയെങ്കിലും ഒരു പൊസിഷൻ പ്ലീസ്. സെക്രട്ടറിയോടൊന്ന് ചോദിച്ചിട്ടാവാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ടീച്ചറുടെ സ്കൂളിന്റെ പ്രശ്നം ചോദിക്കാനുണ്ടോ? അതെല്ലാ പ്രാവശ്യം ഫ്രണ്ടിൽ തന്നെയല്ലേ? ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതെന്താ സാറേ, ഞങ്ങളുടെ കുട്ടികൾ നല്ല ഡിസിപ്ലിനും കൾച്ചറും ഒക്കെയുള്ള വലിയ വീടുകളിൽ നിന്ന് വരുന്നവരാ. ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ ഞങ്ങളുടെ കുട്ടികളെ നിർത്താൻ പറ്റില്ല. അവരും കുട്ടികളല്ലേ ടീച്ചർ? നിർത്തിക്കോളൂ, ഞങ്ങളില്ലെന്നേ പറഞ്ഞുള്ളൂ. ഒന്നാമത് പെൺകുട്ടികളാ, അവര് തറഞ്ഞിട്ട് പേടിച്ചിരിക്കുക. ടീച്ചർ കുട്ടികളെ നിർത്തണം. ഈ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിച്ചിട്ട് ഞങ്ങൾ നിർത്തുന്നുള്ളൂ. ഈ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അന്തസ്സുള്ള ചടങ്ങാണെന്നാ കരുതിയത്. ഈ വൃത്തികെട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന് എന്താ പറഞ്ഞത് നിങ്ങൾ? വൃത്തികെട്ടവരെന്നോ? ടീച്ചറുടെ അന്തസ്സുള്ള വീട്ടിലെ കുട്ടികൾ കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ? വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ എന്റെ കുട്ടികൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ജീവിത സാഹചര്യങ്ങളുടെ ന്യായീകരണമുണ്ട്. സുഖവും സുഭിക്ഷതയും അനുഭവിക്കുന്ന ടീച്ചറുടെ കുട്ടികൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? മിസ്റ്റർ, അധികം സംസാരിക്കണ്ട. ഇവിടെ ക്രിമിനൽസിനെ ഒന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. ടീച്ചർ കുട്ടികളെ കൊണ്ടുപോയി നിർത്തണം. സാറേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ഒരു ജില്ലാ ആഘോഷ കമ്മിറ്റിക്ക് മാത്രമുള്ളതല്ല. ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ പുൽക്കുടിക്ക് പോലും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്കും അതെ, ഞങ്ങൾ ആഘോഷിക്കും. ഇത് വെറും നേരം പോക്കാണ്. അത് ആ രീതിയിൽ എടുത്തില്ലെങ്കിൽ ഇത്തരം പരിപാടികളിൽ നിന്ന് ചിലർ ഒഴിച്ചു നിർത്തേണ്ടി വരും. ബാബു മേലാൽ ഫൗള് കാണിക്കരുത്. അപ്പോ രാജപ്പനെ തോൽപ്പിച്ച് ബാബു ജയിച്ചിരിക്കുക. ബാബുവിനോട് പിടിച്ചു ജയിക്കാൻ ആരുണ്ട്? വരിയുള്ളവര് ആരുമില്ലേ? ഇത്രയും തടിമാടന്മാരിവിടെ ഉണ്ടായിട്ട് ഒരുത്തനുമില്ലടാ. ആരുമില്ല. മറ്റാരും തയ്യാറാകാത്തതുകൊണ്ട് ഇന്നത്തെ ചാമ്പ്യൻ ബാബു. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വാ.
മതി 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 മതി. കളിയാക്കോളാം പറ്റി. ഇടാ താഴെ ഇടാൻ. ബാബു, സോറി. ആരോടാ നിനക്ക് ഇത്ര പക? എന്നോടാണോ അതോ ഇവിടുത്തെ സ്റ്റാഫിനോടോ? നിന്നെക്കുറിച്ച് കുറേയൊക്കെ എനിക്കറിയാം, നിന്റെ പേഴ്സണൽ റെക്കോർഡിലുള്ളത്. വിധി നിന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് മറ്റുള്ളവരോട് പകരം ചോദിക്കുന്നത് ശരിയാണോ? എന്നെ തിരിച്ചടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴാവാം. നാളെ ആ വൈരാഗ്യം മനസ്സിൽ വെക്കണ്ട. അങ്ങനെ മറക്കൊന്നുമില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ച് ഉള്ളി ജീവനുണ്ടെ തിരിച്ചടിക്കുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ നോക്കിക്കോ. ഇപ്പൊ ബോധ്യായോ ഇവരുടെയൊക്കെ ഉള്ളിൽ ചെകുത്താനാണെന്ന്? ചെറുപ്പത്തിലെ ആരെയും പേടിയില്ലാതെ തോന്നിയോണം വളർന്നതാ. അടിച്ച് തന്നെ നന്നാക്കണം. എന്തോ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ അയക്കൂ. പക്ഷെ ഒരു കാര്യം മറക്കാതിരുന്നാൽ നല്ലത്. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിട്ട് വഷളാക്കിയാൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളാവില്ല. 2 or 3 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ആയി ഇവിടെ നിന്ന് പോകും. IG-യുടെ വളർത്തുമകനായതുകൊണ്ട് രാമഭദ്രൻ അത് പെട്ടെന്ന് കഴിഞ്ഞെന്നും വരും. പക്ഷേ ഇനി ഇവിടെ ഈ സ്ഥാനത്തിരിക്കേണ്ടി വരുന്നവരെ ഈ പിള്ളേര് ചക്രശ്വാസം വലിപ്പിക്കും. സാർ, ഒരു പയ്യന്റെ ബന്ധു വന്നിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് വരാൻ പറ. ഞാൻ പറഞ്ഞു, സമ്മതിക്കുന്നില്ല. അർജന്റ് ആണത്രേ. വരാൻ പറ. യെസ് സർ. ഈ ബന്ധു എന്നൊക്കെ പറഞ്ഞു വരുന്ന ചുമ്മാതാ. ഇവരുടെ കണ്ണികളുണ്ട് പുറത്ത്. ചിലപ്പോ ബന്ധു തന്നെ ആണെങ്കിലോ? എന്താ പേര്? എന്റെ പേര് ശശി. തന്റെ അല്ല, കാണേണ്ട ഇൻമേറ്റിന്റെ പേരാ ചോദിച്ചത്. വിനയൻ. എന്താ കാര്യം? വെറുതെ കാണാനാ? അവന്റെ അമ്മ ഇന്ന് വെളുപ്പിന് മരിച്ചുപോയി. എന്തായിരുന്നു അസുഖം? കുടലിലെ ക്യാൻസർ ആയിരുന്നു. കുറെ കാലായി. അതിനിപ്പോ പയ്യനെ അറിയിച്ചിട്ട് അവനെ ഒന്ന് വിടണം. അവൻ വന്നിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. വേറെ ആരും ഇല്ല. അതെ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ചു നേരം പുറത്തു നിൽക്കും. ഇത് ക്രൂരമാണ്. മരണത്തിന് മുമ്പിൽ എന്ത് റൂൾസും റെഗുലേഷൻസും ആണ് സർ. അവനെ വിടണം. ഇതൊക്കെ ഇവിടുത്തെ പതിവാ മിസ്റ്റർ രാമഭദ്രൻ. നിങ്ങൾക്ക് ആദ്യമായതുകൊണ്ട് തോന്നുന്ന സെന്റിമെന്റ്സാ. സെന്റിമെന്റ്സ് അല്ല സർ, ഹ്യൂമനിസം, മനുഷ്യത്വം എന്ന് പറയും. ആ അമ്മയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മയായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവനെ വിടാതെ പറ്റില്ല. വിടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഏത് ദുനിയാവിൽ വേണമെങ്കിൽ വിടാം. പ്രോപ്പർ പ്രൊട്ടക്ഷൻ വേണം. അതുണ്ടോ? ഉണ്ട്. ഞാൻ വിനയ, നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോവാം. തന്റെ അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. എന്താ പോയേക്കല്ലേ? വാ, ആ ഉടുപ്പൊക്കെ ഒന്ന് മാറും. അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും.
വിനുവിനെ നാളെ തന്നെ കൊണ്ടുപോകണോ സാർ? കൊണ്ടുപോകാതെ പറ്റില്ല. കേട്ടില്ലേ റൂൾസും റെഗുലേഷൻസും ഒക്കെ? ഇത് തന്നെ എന്റെ റിസ്കി ചെയ്തതാ. ഇപ്പൊ എന്താ ചെയ്യുക? ഇവിടെ സരള മാത്രമേ ഉള്ളൂ. അച്ഛൻ അറിയാലോ. ബന്ധുക്കളുമായിട്ട് അടുപ്പം കുറവാ. സരളയുടെ അച്ഛൻ വേറെയാ. അമ്മയുടെ ആദ്യത്തെ കല്യാണത്തിലുള്ള ആ സരള. വിനുവിന്റെ അച്ഛൻ കൂടെ പുറത്തുനിന്നല്ലാതെ കല്യാണമൊന്നും ഉണ്ടായിട്ടില്ല. അയാൾക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുമായിട്ട് അത്ര രസത്തിലല്ല. മരിച്ചിട്ട് പോലും പലരും കയറി വന്നില്ല. വിനുവിന്റെ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വന്ന സരളയുടെ കാര്യം നോക്കൂലേ? അയാൾ ഇനി വരാണ്ടിരിക്കാൻ നല്ലത്. ഇനി വന്ന കൊല്ലണം തെണ്ടിയെ. സാറിനറിയോ, അയാൾക്കിപ്പോ സരളയെ കൂടെ പൊറപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വിനയം വെട്ടിയത് വെറുതെ ഒന്നുമല്ല. സമാധാനമായിട്ട് പോ. കല്യാണിയമ്മയുടെ വീട്ടിൽ അവർ താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പിന്നെ അവള് കണ്ടവരെ വിട്ട് താമസിക്കേണ്ടി വരില്ല. എല്ലാം ശരിയാവും ശശി. പോവാ. ഏടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചീത്തയായി പോയാൽ പിന്നെ ജീവിക്കരുത്. ആത്മഹത്യ ചെയ്തേക്കണം. ഇവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഈ രാത്രിയിലോ? എന്താ കുഴപ്പം? എനിക്കതിന് അവകാശമുണ്ട്. ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് ഈ പ്രായം വരെ ആക്കിയത് ഞാനാ. അതൊന്നും പറയണ്ട. കുറെയൊക്കെ ഞങ്ങൾക്കറിയാം. ആ തള്ള ചത്തിട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്തോനാ അവകാശം പറയുന്നു. തള്ളേ, നിങ്ങൾ എന്റെ കുടുംബകാര്യമൊന്നും അന്വേഷിക്കണ്ട. വരാൻ എനിക്ക് മനസ്സിലായിരുന്നു. പുറകിൽ ഒളിച്ചിരിക്കാൻ ഇറങ്ങി വരേ. ഞാൻ വരില്ല. വരില്ലെന്നോ? നിന്നെ കൊണ്ടേ ഞാൻ പോകൂ. നിങ്ങൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുത്. ഈ വീട്ടിൽ ചോദിക്കാൻ പറയാനൊക്കെ ആളുണ്ട്. പിന്നെ എന്നെടുത്തങ്ങ് വിഴുങ്ങും. എവിടെ താമസിക്കണം, എങ്ങനെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങളാരാ ഇവിടെ? ഞാനേ ഇവിടെ ഇളയച്ചനാ. ആരായാലും ശരി, ഈ രാത്രി ഇവിടെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. നാളെ കേശവൻകുട്ടി വന്നിട്ട് നിങ്ങൾ അവനോട് സംസാരിച്ചാൽ മതി. ഈ കേശവൻകുട്ടിയാരാ? തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കിട്ടിയാ വിടുവോ? കേശവൻകുട്ടിയല്ല, അവന്റെ തന്ത തടഞ്ഞാലും നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇങ്ങനെയായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നും അയാൾ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയ ഞാനെന്ത് ചെയ്യും? അയാൾ വായി തോന്നിയൊക്കെ പറഞ്ഞു അടക്കുകയും ചെയ്യും. എന്റെ മോനൊരാലോചന നടക്കുന്ന സമയമാ. എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ തീരുമാനിക്കേ. ഞാൻ കേശവൻകുട്ടിയോട് പറയാം, നിന്നെ പറഞ്ഞു വിടരുതെന്ന്. കുറച്ച് നാളുകൂടി എങ്ങനെയെങ്കിലും അവിടെ നിൽക്കും. അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. നിലം തുടക്കുന്ന പണിയാണേനും വേണ്ടില്ല. കൂലിപ്പണിക്കുവാൻ മടിയുണ്ടായിട്ടല്ലേ, ആർക്കും വേണ്ട. ഇന്നാള് തൃശ്ശൂര് പോയ ജോലി കിട്ടില്ലേ? അല്ലേ? കിട്ടും. പണം കൊടുക്കണം, സെക്യൂരിറ്റി. പലരോടും ചോദിച്ചു, മറുപടി പറയാൻ പോലും ആരും നിന്നില്ല. കയറിക്കിടക്കാൻ സ്വന്തം കൂര പോലും ഇല്ലാത്ത എനിക്ക് 10,000 രൂപ കടമായിട്ട് തരാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക?